ധനയോഗം, കാര്യലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി, സ്വാദിഷ്ട നോൺ വെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കളി കാണിക്കണേ. ഇനി എന്താ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? കല്യാണം കഴിക്കാൻ, 2 മക്കളാവാ. ഇത് കണിയല്ല കെണിയാ. 2 മക്കളാവാ, വയസ്സാവാ. എടി നീ അങ്ങ് വളർന്നു വലുതായി നല്ലൊരു സുന്ദരി പെണ്ണായില്ലോടി. ചത്തുവാ. ചന്ദ്ര ബാമോനെ ബാ. ചന്ദ്രേട്ടൻ പൊറോട്ടയും ഇറച്ചിയൊക്കെ തിന്ന ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്നപ്പോ മയങ്ങിപ്പോയതാണ്. ആണോ? കുറെ ആൾക്കാർക്ക് ഈ കല്യാണത്തിലുള്ള ട്രസ്റ്റ് ഒന്നും ഇല്ല. ഒരുമിച്ചുണ്ടായ പോരേന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ കുറെ കപ്പിൾസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പാണ്. നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ഈ ലോകം തന്നെ നന്നായി. എനിക്ക് ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് മറ്റേ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ കാശ് നോക്കാറില്ല. കുടുംബമായിട്ടതെ ഞങ്ങൾ വലിയ ദാനധർമ്മികളാണ്. ഇപ്പൊ കുറച്ച് സമാധാനമുണ്ട്. പറയട്ടെ ഗോപി മാഷെ, അതുകൊണ്ട് മാഷിന് എന്തെങ്കിലും സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. നമുക്ക് നല്ല സമാധാനം ഉണ്ട്. നിങ്ങക്ക് സമാധാനം ഉണ്ടോ? ഞാൻ മിണ്ടാന്ന സമാധാനം ഉണ്ട്. കണ്ടു നല്ല പരിചയമുണ്ടല്ലോ. ബസ് സ്റ്റാൻഡ്, ചന്ത, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല. ബ്രേക്കപ്പ് ആകുമ്പോ ഒന്ന് പറയണം, എനിക്ക് ആലുവിനെ നോക്കാതെ അതൊക്കെ പറഞ്ഞു വെച്ചേക്കും. ബെസ്റ്റുകളൊക്കെ ഉള്ള അങ്ങനത്തെ റിലേഷനെ കുറിച്ച് എന്താ പറയുക ഫാത്തിമയുടെ? ഒരു ബെസ്റ്റ് ഉള്ള റിലേഷൻഷിപ്പിനോട് പുച്ഛമാണ്. അത് റെഡ് ഫ്ലാഗ്. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ, അല്ലേ സാറേ? അതെ അതെ. ബോയ് ഫ്രണ്ടിനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ബെസ്റ്റിന്റെ കൂടെ വെക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഇപ്പം ബെസ്റ്റ് ആയിട്ട് റിലേഷൻ ആവാൻ പറ്റില്ല, പക്ഷെ ലൈക്ക് വേണ്ട അല്ലാത്ത കളികളൊക്കെ കളിക്കുകയും ചെയ്യും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഫോർ മീ എനിക്ക് ബെസ്റ്റിന്റെ ആവശ്യമില്ല. ഞാൻ എന്തുണ്ടായാലും എന്നോട് എന്നാ പറയാ. തേർഡ് പേഴ്സൺ വരുമ്പോഴാണ് ഒരു പ്രശ്നം വരാം. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ വൃത്തിയായിട്ട പണി ഇവിടെ ചെയ്യരുതെന്ന്? വൃത്തിയായിട്ട പണിയാ എടാ, ഇത് വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട പണിയാ. ഇത് വൃത്തിയായിട്ട പണി, അത് മാത്രം പറയരുത്. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ വഴി മാറി.